മുനമ്പം ഭൂമി തർക്കത്തിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മതങ്ങളുടെ പേരിൽ MP-മാരുടെ യോഗം വിളിക്കുന്നത് ദൗർഭാഗ്യകരമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വത്ത് തർക്കങ്ങളിൽ മതത്തിന് അതീതമായി ചിന്തിക്കാനാണ് രാജ്യം പഠിപ്പിച്ചത്. അവനവൻ ആർജിച്ച ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും മതതിട്ടൂരത്തിന്റെ ഭാഗമായി ഇല്ലാതാകുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും PS ശ്രീധരൻപിള്ള മാതൃഭൂമി ന്യൂസിനോടൊപ്പം. ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം മതങ്ങളുടെ പേരിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ MP-മാരുടെയൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ദൗർഭാഗ്യകരമാണ്. മതത്തിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ വേദനിക്കുന്നവർ, വ്രണതഹൃദയരായവർ, അതുപോലെ തന്നെ സ്വത്ത് തർക്കത്തെ സ്വത്തിൻ്റെയൊക്കെ അവകാശം വരുന്ന അവസരത്തിൽ മതത്തിനതീതമായി ചിന്തിക്കാനാണ് ഇന്ത്യ രാജ്യത്ത് പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ആ ഒരു ചിന്ത ഇല്ലാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണ്. സ്വത്തവകാശം തീരുമാനിക്കേണ്ടത് സിവിൽ കോടതികളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ സ്വത്തിൽ അവനവൻ ആർജിച്ച, പൂർവികമായിട്ടോ അല്ലാതെയോ ആർജിച്ച കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മതതിട്ടൂരത്തിനനുസരിച്ച് ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം ദൗർഭാഗ്യകരമാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതിക്ക് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഔപചാരികമായി പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത്. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഭേദഗതി അതിനെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകേണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഈ മുനമ്പത്തെ ഈ പ്രശ്നം, അതിലാണ് ഇപ്പോൾ PS ശ്രീധരൻപിള്ള ഒരു പ്രതികരണം നമ്മൾ കേട്ടത്. അദ്ദേഹം അവിടെയുള്ള ആളുകളെ കണ്ടതിന് ശേഷമാണോ ഈ പ്രതികരണം നടത്തിയത്? MP-മാർ യോഗം ചേരുന്നതിന് എന്താണ് കുഴപ്പമായി അദ്ദേഹം പറയുന്നത്? ആര്യ, മുനമ്പത്ത് BJP സംസ്ഥാന സമിതി അംഗം ES പുരുഷോത്തമന്റെ വീട്ടിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ഘട്ടത്തിലാണ് ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, മുനമ്പം വിഷയത്തെ അദ്ദേഹം രണ്ട് രീതിയിൽ സമീപിച്ചിരിക്കുന്നു. ഒന്ന്, ഈ മുനമ്പത്തെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട MP-മാരുടെ യോഗം വിളിക്കുന്നത് അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാര്യം ഇത്തരം വിഷയങ്ങളിൽ മതത്തിന് അതീതമായി ചിന്തിക്കണമെന്നതാണ് രാജ്യം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് CBCI വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പം ഭൂമി വിഷയത്തിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്നത് കേന്ദ്ര സർക്കാർ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ്. ആ ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഭരണഘടനാ ഭേദഗതിയെ ഒരു വിശാല അർത്ഥത്തിൽ എല്ലാവരും കാണണം. അതിനെ എതിർക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മതതിട്ടൂരത്തിന്റെ ഭാഗമായി അവനവൻ ആർജിച്ച ഭൂമി ഇല്ലാതാകുന്നത് അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അത്തരം നീക്കങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് കൂടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നു. അദ്ദേഹം മുനമ്പം സമരഭൂമിയിലേക്ക് എത്തിയില്ല. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്. ഗവർണർ എന്ന നിലയിൽ ഒരു സമരം നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല. പക്ഷേ മുനമ്പം ഭൂമി വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം മുനമ്പത്തെത്തി തന്നെ വ്യക്തമാക്കുകയാണ്. മുനമ്പത്ത് BJP സംസ്ഥാന സമിതി അംഗത്തിന്റെ ES പുരുഷോത്തമന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ MP-മാരുടെ യോഗം വിളിക്കുന്നത് ശരിയായ രീതിയല്ല. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു വിശാല അർത്ഥത്തിൽ കാണണം, രാജ്യത്തിന്റെ ഒരു മതേതര താല്പര്യത്തിൽ തന്നെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു വിഷയം ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് PS ശ്രീധരൻപിള്ളയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന വഖഫ് ഭേദഗതി, ആ വഖഫ് ഭരണഘടനാ ഭേദഗതിയെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭരണഘടനാ ഭേദഗതി വരുന്നതോടുകൂടി മുനമ്പത്തെ അടക്കം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്ന് അദ്ദേഹം ആ വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ആര്യ,
ബിനിൽ, ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണല്ലോ CBCIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യോഗം നടന്നത്. അത് അങ്ങനെ ഒരു രാഷ്ട്രീയ യോഗമല്ലായിരുന്നു, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടെന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ ജോർജ് കുര്യൻ അടക്കമുള്ളവരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു യോഗത്തെ വളരെ വിമർശനാത്മകമായി തന്നെയാണോ ശ്രീധരൻപിള്ള സമീപിക്കുന്നത്? അതൊരു തെറ്റായ രീതിയിൽ, അല്ലെങ്കിൽ ഇത് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ്, അതിനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേകം മതത്തിന്റെ പേരിൽ മാത്രം ഒരു ഭാഗത്തേക്ക് മാറ്റിക്കെട്ടരുത് എന്നുകൂടിയാണോ PS ശ്രീധരൻപിള്ള പറയുന്നത്? വിമർശനത്തെക്കാൾ അപ്പുറത്ത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം പ്രധാനമായി നടത്തുന്നത്. കാരണം ഈ മീറ്റിംഗിൽ, അതായത് CBCI വിളിച്ചു ചേർത്ത യോഗത്തിൽ മുനമ്പം വിഷയം മാത്രമല്ല വന്നത്, മറ്റു പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. ഈ മുനമ്പം വിഷയം കൂടി ആ യോഗത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ MP-മാരുടെ യോഗം വിളിക്കുന്നത് അത് ദൗർഭാഗ്യകരമാണ് ഈ ഒരു വിഷയത്തിൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമായി കണ്ട് പരിഹരിക്കാവുന്നതല്ല. വിശാലമായ അർത്ഥത്തിൽ മതേതരമായി തന്നെ ചിന്തിച്ച് എല്ലാവരെയും ഒത്തുചേർന്ന് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. അതിനെ ഇത്തരത്തിൽ ചുരുക്കി കാണരുത് എന്നതാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യോഗം വിളിക്കുന്നതിനെയല്ല താൻ വിമർശിക്കുന്നത്, ആ യോഗത്തിനപ്പുറത്ത് നടക്കുന്ന പല ചിന്തകളെയുമാണ്. ആ ചിന്തകളെയാണ് താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇത്തരം വിഷയങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയ കോണിലൂടെ കണ്ട് പരിഹരിക്കാവുന്നതല്ല. രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ എല്ലാവരെയും ഒത്തുചേർന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് MP-മാർ യോഗം ചേർന്നതിനെ കുറിച്ച് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം വരുന്നത്.